ഫിഫ ലോക ഫുട്ബോൾ അതിൻ്റെ അവസാന ലാപ്പിലാണ്. എല്ലാവരും അതിൻ്റെ ലഹരിയിലും ഇരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നമ്മൾ ഇന്ന് കാണുന്ന ഈ 450 കോടിയുടെ ഫിഫ ലോകകപ്പ് ട്രോഫി ഒരു ഒറിജിനൽ ട്രോഫി അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നു? പഴയ ലോകകപ്പ് ട്രോഫി ആയിട്ടുള്ള ജൂൾസ് റിമെറ്റ് കപ്പ് ചരിത്രത്തിൽ 2 തവണ മോഷ്ടിക്കപ്പെട്ടു. 1966 ലണ്ടനിൽ വെച്ച് മോഷ്ടിക്കപ്പെട്ട ഈ കപ്പ് ഒടുവിൽ പിക്കിൾസ് എന്ന് പറയുന്ന ഒരു വളർത്തുനായ ചപ്പുചവറുകൾക്കിടയിൽ നിന്നും മണത്ത് കണ്ടുപിടിച്ചു. എന്നാൽ 1983 ബ്രസീലിൽ വെച്ച് ഈ കപ്പ് വീണ്ടും മോഷ്ടിക്കപ്പെട്ടു. കള്ളന്മാർ ഒറിജിനൽ കപ്പ് ഉരുക്കി വിറ്റു എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫിഫയ്ക്ക് പുതിയ ഒരു ട്രോഫി ഉണ്ടാക്കേണ്ടതായി വന്നു. അതാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന സ്വർണ്ണ കപ്പ്. ഈ പുതിയ ട്രോഫി വെറും കൈകൊണ്ട് തൊടുവാൻ മെസ്സിക്കോ റൊണാൾഡോയ്ക്കോ പോലും സാധിക്കില്ല എന്നുള്ളതാണ്. ലോകകപ്പ് ജയിക്കുന്ന നിമിഷം മാത്രമാണ് ഇതിൽ ഗ്ലൗസ് ഇല്ലാതെ താരങ്ങൾക്ക് തൊടാൻ അനുവാദമുള്ളത്. ഒന്നുകിൽ ഈ ലോകകപ്പ് ജയിച്ച താരങ്ങൾ, അല്ലെങ്കിൽ വിവിധ രാജ്യങ്ങളിലെ ഭരണത്തലവന്മാർ. മറ്റാരെങ്കിലും ഇതിൽ തൊടണമെങ്കിൽ ഗ്ലൗസ് നിർബന്ധമാണ്. കപ്പടിക്കുന്ന ടീമിന് ഈ ഒറിജിനൽ ട്രോഫി വീട്ടിൽ കൊണ്ടുപോകാനും പറ്റില്ല. സ്റ്റേഡിയം വിടുന്നതിന് മുൻപ് അത് ഫിഫയ്ക്ക് തിരിച്ചു നൽകുകയും വേണം. പകരം അവർക്ക് കിട്ടുന്നതാകട്ടെ സ്വർണം പൂശിയ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ട്രോഫിയാണ്. ഒറിജിനൽ സ്വിറ്റ്സർലൻഡിലെ മ്യൂസിയത്തിൽ സുരക്ഷിതമായിട്ടുണ്ടാവും. ഏകദേശം 480 കോടി രൂപ വില മതിക്കുന്ന 36.8 സെൻറ്റിമീറ്റർ മാത്രമുള്ള ഈ ട്രോഫിയുടെ ഉൾഭാഗം കൊള്ളയാണ് കേട്ടോ. മുഴുവൻ സ്വർണ്ണമായിരുന്നെങ്കിൽ ഇതിന് 80 കിലോ ഭാരം ഉണ്ടാകുമായിരുന്നു. അത് ആർക്കും ഒന്ന് പൊക്കാൻ പോലും സാധിക്കില്ല. മാത്രവുമല്ല, ഇതിൻ്റെ അടിയിൽ 1974 മുതലുള്ള വിജയികളുടെ പേര് കൊത്തിവെച്ചിട്ടുള്ളതിനാൽ 2038 വരെയുള്ള വിജയികളുടെ പേര് മാത്രമേ ഇതിൽ ഉൾക്കൊള്ളിക്കാനാവത്തുള്ളൂ. ട്രോഫിയുടെ താഴെ കാണുന്ന 2 പച്ച വളയങ്ങൾ ലോകത്തിൻ്റെ പച്ചപ്പും ഐക്യവും സൂചിപ്പിക്കുന്ന മാലക്കൈറ്റ് എന്ന കല്ലുകളാണ്. ഒരു സ്വകാര്യ വിമാനത്തിൽ ലൂയി വിറ്റൻ കമ്പനി പ്രത്യേകം തയ്യാറാക്കിയ പെട്ടികളിലെ അതീവ സുരക്ഷയോടെയാണ് ഈ ട്രോഫി ഇന്ന് ലോകം ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാക്റ്റ് ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ടീം ഏതാണെന്നും ഫൈനലിൽ നിങ്ങളുടെ ടീം വിജയിക്കുമോ എന്നും താഴെ കമൻറ്റ് രേഖപ്പെടുത്താം. ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫുട്ബോൾ വാർത്തകൾ കൂടി അപ്ഡേറ്റ് ആയി കിട്ടുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൊള്ളുക.